ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഓക്കെ, ഇറ്റ്സ് മീ സാവിയോൻ കോ. ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ എന്ത് കണ്ടൻറ്റ് ഉണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അതിബുദ്ധിയിൽ ഒരു കണ്ടൻറ്റ് വന്നു. വേറെ ഒന്നുമല്ല, ഒരു കിടിലൻ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ ആ ഡ്രിങ്കിൻ്റെ പേര് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ജിഞ്ച. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കരിക്ക് കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് ആ ജിഞ്ച അല്ല, ഇത് വേറെ ജിഞ്ച, ഇത് ഞാൻ ഉണ്ടാക്കിയ ജിഞ്ച. ഓക്കെ, അപ്പോൾ ആ ജിഞ്ച ഉണ്ടാക്കണ വീഡിയോയും പിന്നെ അതിൻ്റെ ഒപ്പം കഴിക്കണ കുറച്ച് കിടിലെ കുറച്ച് അധികമൊന്നുമില്ല, കുറച്ച് കറിയും രണ്ടപ്പവും ഉള്ള ഒരു കിടിലൻ കോംബോ അടടിയാൻ വന്നേക്കുന്നത്. അപ്പോൾ അത് കഴിച്ച് നിങ്ങളെ കൊതിപ്പിക്കണ ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം, പിന്നെ അതിൽ ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരം നമ്മൾ വീഡിയോ ഇടും. കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ് ദേ ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെ സെറ്റാക്കി വെച്ചേക്കണമെന്ന്. ഓക്കെ, നോക്കിക്കോട്ടെ ഗൈസ്, ഇതാണ് ഞാൻ സെറ്റാക്കി വെച്ചേക്കണ സാധനങ്ങളാണ്. വേറെ ഒന്നുമല്ല, ഒരു ആപ്പി ഫിസില്ല, മറ്റേ ബിയറിൻ്റെ ഒക്കെ ടേസ്റ്റുള്ള അത് തന്നെ. ശരിക്കും ബിയറൊന്നും അല്ല കേട്ടോ, ആൽക്കഹോളൊന്നും ഇല്ല, വെറും ടേസ്റ്റ് മാത്രമേ ഉള്ളേ. ആരും ബിയറാന്നൊന്നും പറയരുത്, ഇപ്പോൾ പറഞ്ഞേക്കാം, ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഗൈസ് ഒരു മനോഹരമായ ഒരു ഗ്ലാസ് ഉണ്ട്. ഇത് അഴുക്കൊന്നുമല്ല, ഉപ്പാണേ. പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി. ഓക്കെ, അരനാരങ്ങ അത് മതി ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം, ആ കോംബോ. ഇത് കാണുമ്പോഴില്ലേ, ഇത് കാണുമ്പോൾ നിങ്ങളുടെ വായിലില്ലേ വെള്ളം ഊറെന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. കാരണം അത്രയും കൊതിയാവും. അത് ഞാൻ അവസാനം കാണിക്കോളൂ എന്താണെന്ന്. അപ്പോൾ അതവിടെ മൂടിയിരിക്കട്ടെ, അല്ലെങ്കിൽ വല്ല കാക്കയും കുത്തിക്കൊണ്ടു പോകും, പിന്നെ എനിക്ക് തിന്നാൻ കിട്ടൂല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നല്ല പ്രിപ്പറേഷൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൂം ഗൈസ്, അങ്ങനെ ഫോണൊക്കെ സെറ്റാക്കിയിട്ട് നല്ല കിടിലോട്ട് ഫോൺ വെച്ചിട്ടുണ്ട്. മറിഞ്ഞു വീഴുമെന്ന് അറിയില്ല. അപ്പോൾ ഇനി ഈ ജിഞ്ച എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കേണ്ട പ്രിപ്പറേഷൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. ആർക്കും ഭയങ്കര ടയേർഡായിട്ടൊക്കെ ഇരിക്കണമെങ്കിലില്ലേ, ഈ സാധനം ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ചോയ്സാണ്. നല്ല പവർ ചാർജ് ആവും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. നോക്കിക്കോട്ടെ ഗൈസ്. ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അരനാരങ്ങയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ ഇതിലോട്ട് പിഴിയുക. ഓക്കെ, നല്ലോണം പിഴിയണം. കാരണം ഇപ്പോൾ നാരങ്ങക്കെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. നാരങ്ങക്ക് ഇല്ലേ ഗൈസ്, ഭയങ്കര ക്ഷാമമാണ്. അതുകൊണ്ട് എല്ലാവരും നാരങ്ങക്ക ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. എല്ലാവരും പിശുക്ക് ഉപയോഗിച്ചാൽ മതി നാരങ്ങക്ക. ഓക്കെ, വില കുറയട്ടെ, എല്ലാവരും വില കുറച്ചിട്ട് നമുക്ക് വാങ്ങാം. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ നമ്മൾ നല്ലോണം നല്ല രീതി തന്നെ നാരങ്ങ ഊരിയിട്ട് ഇത് കളയരുത്. എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ട ഗൈസ്, ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ടില്ലേ ഗൈസ്, ഇതിങ്ങനെയാണ്. ഓക്കെ, അതെന്ന് വെച്ചാൽ അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും, ഒരു കിടിലൻ ടേസ്റ്റ് കിട്ടും. അതൊന്നും ആർക്കും അറിയാൻ പാടില്ല. അതൊക്കെ എൻ്റെ ട്രിക്കാണ്, എൻ്റെ അതിബുദ്ധിയിലുള്ള ട്രിക്കാണ്. അതൊന്നും ആർക്കും അറിയില്ല. പിന്നെ അതെ കൈയൊക്കെ ഇട്ട് നല്ലോണം ഇതിങ്ങനെയൊക്കെ ചെയ്ത് ഇതിൻ്റെ നാര് മൊത്തം ഇങ്ങോട്ട് ആക്കിക്കൊള്ളണം. ഓക്കെ, ഒരു തുള്ളി പോലും കളയരുത്. കാരണം നാരങ്ങയൊക്കെ ഭയങ്കര ക്ഷാമമെന്ന് അറിയില്ല ഗൈസ്, അതുകൊണ്ടാണ്. കഴിഞ്ഞു. നാരങ്ങേൻ്റെ അസ്ഥി പുറത്ത് എടുത്തിട്ടുണ്ട്. ഇനി നാരങ്ങ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, എടുത്ത് കളയാം. അത്രേ ഉള്ളൂ ഗൈസ്, നാരങ്ങ പോട്ടെ, അത്രേ ഉള്ളൂ. കാരണം നാരങ്ങയുടെ അസ്ഥി മൊത്തം നമ്മിലോട്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, സെറ്റല്ലേ ഗൈസ്, സെറ്റാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ അടുത്തതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആപ്പിൾ ഫിസാണ്, ബിയറിൻ്റെ ടേസ്റ്റാണത്. ഓക്കെ, ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇനി എന്ന് വെച്ചാൽ ഇത് പൊട്ടിക്കണ വേറെ കൊണ്ട് കുലിക്കണം, നല്ലോണം കുലിക്കണം. ഓക്കെ, നല്ലോണം കുലിക്കലേ പവർ ഉണ്ടാവുള്ളൂ. ഓക്കെ, ജിഞ്ച എന്നൊക്കെ പറയുമ്പോൾ ഇടിവെട്ടി പോലെ ആ പവർ കിട്ടണ്ടേ, സോ അതിനുവേണ്ടി നമ്മൾ നല്ലോണം കുലിക്കാം. പക്ഷേ ഇപ്പോൾ തുറന്ന് ഇത് ചീറ്റും. അപ്പോൾ നമുക്ക് പയ്യെ നൈസായിട്ട് തുറക്കാം. ട്രിക്ക് ഉണ്ട് തുറക്കാൻ, ഞാൻ കാണിച്ചു തരാം. നോക്കട്ടെ ഗൈസ്, ഇതൊക്കെ ട്രിക്ക് ഉണ്ട്. ഇതിന് ചെറുത്, അയ്യോ ഗൈസ്, ഗൈസ് ചെറുത് കണ്ട ഗൈസ്, ചെറുതായിട്ട് ചെതറും. അപ്പം നിങ്ങൾ അതൊക്കെ നോക്കി ചെയ്തോളണേ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ മാസ്മരിക്കൊക്കെ ട്രിക്കല്ലേ ഗൈസ്. കണ്ട ഗൈസ്, കണ്ട അതിൻ്റെ പവർ അങ്ങ് പോയി. ജിഞ്ചയുടെ പവർ അങ്ങ് പോയപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ആയി ഗൈസ്. പുറത്തൊന്നും പോയില്ല, ഇങ്ങോട്ട് കമത്തിയോണ്ട് എല്ലാം ഇതിലോട്ട് അതിനായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കൂടി നടക്കാം. ഓക്കെ, ജിഞ്ച സെറ്റ് ഒഴിക്കട്ടെ. നോക്കിക്കോ, സെറ്റാണ് ഗൈസ്. കണ്ട ആ ഭംഗി, കണ്ട ആ ഭംഗി, നിങ്ങളുടെ മൃദുലമായ ഒരു ഭംഗിയല്ലേ ഗൈസ്. ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കുറച്ച് ഉപ്പാണ്. കുറച്ച് ലളിതമായ ഉപ്പ് ഇടാ. നോക്കൂ. ഓക്കെ, കുറച്ചും കൂടി ഇടാം. ഓക്കെ, ഇടട്ടെ. കണ്ട ഗൈസ്, ഇട്ടിട്ടുണ്ട്. സെറ്റ് ഇട്ടപ്പോൾ തന്നെ ഇതേ കണ്ട ഗൈസ്, ബോംബാസ്റ്റിക് എന്ന് പറഞ്ഞ രീതിയിലാണ് ഗൈസ് ഇത് ഇളക്കണത്. കൈയിട്ട് രണ്ട് ഇളക്കിളക്കുക, ഫിംഗർ ചായ കിളക്കൂല, ഇതുപോലെ രണ്ട് ഇളക്കി കൊതിയുള്ളമാർക്ക് ഇന്ന. ഓക്കെ, സെറ്റ് ഗൈസ്, റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജിഞ്ച എന്ന് പറയുന്ന സാധനം. കുറച്ച് കിടിലൈറ്റാണ്, കുറച്ച് പവർഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് കുടിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയിക്കാം. ബിസ്മില്ലാ. ഗൈസ്, സത്യം പറയാം, കള്ളം പറയാനല്ല, അടിപൊളി സാധനമാണ്. ഒരിക്കലൊക്കെ ഈ സാധനം ട്രൈ ചെയ്ത് നോക്കാം, കിടില സാധനം. ഓക്കെ, നിങ്ങൾ ഭയങ്കര ചാർജ് ഇല്ലാണ്ട് ഭയങ്കര മൂഡ് ഓഫ് ആയി ഭയങ്കര ടയേർഡായിരിക്കുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോഴേ ഈ സാധനം പറഞ്ഞാൽ നിങ്ങൾ കുടിച്ചില്ലേ, നിങ്ങളില്ലേ പവർ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത് നിങ്ങൾ കുടിച്ചാൽ നിങ്ങൾക്ക് പവർ മനസ്സിലാവുള്ളൂ. അതാണ് ഞാൻ ഇതിൻ്റെ പേര് ജിഞ്ച എന്ന് ഇട്ടേക്കുന്നത്. ഓക്കെ, കിടില സാധനമല്ല ഗൈസ്, ഇതാണ് ജിഞ്ച.
ഫ്രം സാവിയോ. ഞാനാണ് കണ്ടുപിടിച്ചേക്കണത്. ഇനി ഇതാരും ഞാനാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ വേറെ ഒരുത്തിനും വരാൻ പാടില്ല. ഞാനാണ് കണ്ടുപിടിച്ചേക്കണത്. ഓക്കെ, കിടിലെ സാധനമാണ്. കുറച്ചുകൂടി കൂടിയട്ടെ. അയ്യോ കണ്ണിപ്പോയി, അയ്യോ കണ്ണിപ്പോയി. കണ്ണിരിക്കും ഗൈസ് ചെറുതായിട്ട്, കുഴപ്പമില്ല. മുളകൊക്കെ ഇട്ട് നിങ്ങൾ ഇടുമ്പോൾ ഉണ്ടാക്കുമ്പോഴേ ചെറുതായി മുളകൊക്കെ ഒന്ന് സ്പ്ലാഷ് ചെയ്തോട്ടാ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ വീട്ടിൽ മുളക് ഇല്ലാത്തതുകൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് സാധനം മാറ്റി വെക്കോട്ടാ. ഇനി നമുക്ക് നമ്മുടെ കോംബോ എടുക്കാം. ഓക്കെ, കോംബോ വേറെ ഒന്നുമല്ല, ഇതാണ് നമ്മുടെ കോംബോ എന്ന് പറഞ്ഞാൽ. തുറന്ന് കാണിച്ചു തരാം ഗൈസ്. ഇനി നമ്മുടെ കോംബോ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ കോംബോ. ഓക്കെ, ഇതാണ് കോംബോ. ഇതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് കരുതി ഇത് ബീഫാണ്. ഇത് ബീഫല്ല ഗൈസ്, കാരണം ഇത് പന്നിയാണ്. ഓക്കെ, ഇത് പന്നി, നല്ല ചൂട് പന്നി. ചൂടില്ല കേട്ടോ, ഇപ്പോൾ ചൂടില്ല. നല്ല പിടക്കട പന്നി. 3 അപ്പവും ഉണ്ട്. അപ്പോൾ ഇത് കഴിക്കണ വീഡിയോ അപ്പോൾ എല്ലാവരും കൊതിയോടെ ഇരുന്ന് കണ്ടോട്ടാ. ഓക്കെ, നല്ല അപ്പമില്ല ഗൈസ്. ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കാം. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? എന്നിട്ട് ഈ പന്നിയിൽ ഇങ്ങനെ കുതിർത്തണം. എന്നിട്ട് ഇങ്ങനെ ഞെവിടി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ വായില്ലേ, എന്നിട്ട് നമ്മുടെ വായിലോട്ട് കയറണം. ബിസ്മില്ലാ. അടിപൊളി സാധനം, ഒന്നും പറയാനില്ല, അടിപൊളി. ഒന്നും കൂടി നോക്കോ. അപ്പോൾ എടുക്കുക, പന്നിയിൽ ഇങ്ങനെ കുത്താ, ഇതിങ്ങനെ എടുക്കുക. പൊളി സാധനം. ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്ക്. എപ്പോഴും ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കേണ്ടത്. ഓക്കെ, നമ്മ ഈ ലോകത്തെ എല്ലാ ഫുഡും നമ്മൾ ട്രൈ ചെയ്തോളണം. ഓക്കെ, അത് പശുവിൻ്റെ അതാണ്, ഇത് കോഴീൻ്റെ അതാണ്, അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യേണ്ടിയിരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ ഫുഡും നമ്മൾ ട്രൈ ചെയ്തോളണം. ഓക്കെ, കിടിലം കോമ്പോ കാണാം. ബീഫൊക്കെ അല്ല, പന്നിയൊക്കെ നല്ല വെന്തുടഞ്ഞ പന്നി. ഇതൊക്കെ എടുക്കണം. പൊളി കാണാൻ കഴിച്ചു. എന്നിട്ട് ഇത് കുടിച്ചിട്ട് അയടാവുമ്പോൾ ഇതെടുക്കാം. അയ്യോ, ടയർഡാവുമ്പോൾ ഇതെടുക്കാം. അപ്പം, പന്നി, ജിഞ്ച, ജോൺസൺ മാഷ് ഇല്ല, അന്തസ്. മസ്റ്റ് ട്രൈ. ഇടയ്ക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്, കിടില സാധനമാണ് ഗൈസ്. സത്യം മസ്റ്റ് ട്രൈ ചെയ്യാൻ പറയതേ. എടുക്കാം. പോയാണ്. ഓക്കെ, ഇടയ്ക്ക് ഇതൊക്കെ കഴിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. ഓക്കെ, ഹലോ ഗൈസ്. അങ്ങനെ നല്ല മൃദുലസ്വരമായ വിദിഷ്ട ആഹാരം കഴിച്ചതിന് ശേഷം വയറ് നിറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, ഈ സാധനം നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണ്ട. നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ഫുഡ് ട്രൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടെ. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഇല്ലേ ഗൈസ്, ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ശേഖരിച്ച് വെച്ചില്ലെങ്കിലില്ലേ, പിന്നെ നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മളിതൊക്കെ കണ്ട് നമുക്കൊരു സന്തോഷം വരും ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി ചെയ്ത് കഴിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് എവിടെ നിങ്ങളുടെ ഗാലറിയിൽ എവിടെയും വെക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കുറേ പ്രായമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു കുളിർമ, ഒരു സന്തോഷം നിങ്ങൾക്ക് തോന്നും ഗൈസ്. അത് ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഫുഡ് നല്ല അടിപൊളിയാണ്. നല്ല പന്നിക്കറിയും അപ്പോൾ എല്ലാം നല്ല അടിപൊളിയാണ്. ഓക്കെ, പിന്നെ ഞാൻ ഉണ്ടാക്കിയ ജിഞ്ച കിടിലാണ് കഴിച്ചു. അത് മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആ സാധനം ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ്. പിന്നെ മുളക് കൂടി ഇട്ടാൽ നോക്കും. എൻ്റെ വീഡിയോ മുളക് ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് അത്ര ഉള്ളു ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഒരു ചെറിയൊരു മൈന്യൂട്ട് ബ്ലോഗായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ വരെയും ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്. ബൈ. പലവട്ടം കാത്തിരുന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്ക് മിണ്ടാകുനി പോയില്ലേ. പലവട്ടം കാത്തിരുന്നു ഞാൻ കോളേജിന് മൈതാനത്ത്, ഒരു വാക്ക് മിണ്ടാകു നീ പോയില്ലേ. അഴകൂറും പെൺമയെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയെ പോലെ പുഞ്ചിരി നൽകൂലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.